നമ്മുടെ എയിംസ് നഴ്സിംഗ് ഓഫീസർ എക്സാമിന് വേണ്ടിയുള്ള അപേക്ഷ ഓൾറെഡി വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം സൈറ്റിലുണ്ട്. നിങ്ങൾ aimsexams.ac.in എന്നുള്ള ഗൂഗിളിൽ വന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾക്ക് വരും. അതിന് മുന്നേ നിങ്ങൾ ആക്ച്വലി വരുന്നത് ഇങ്ങനെയുള്ളൊരു സൈറ്റിലേക്കാണ്. ഇവിടെ വന്ന് റിക്രൂട്ട്മെൻറ്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നഴ്സിംഗ് ഓഫീസറിൽ വരിക, നോർസെറ്റ് 8 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഓൾറെഡി ഒരുപാട് പേര് ഓൾ ഇന്ത്യ ബേസിസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു 18 എയിംസിലൂടെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് ഈ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് ഒരുപാട് പേര് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് കുറച്ച് ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് ലൈവ് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നാലും കുറച്ച് സമയം എടുക്കും അത് ആയി വരാൻ വേണ്ടി. കാരണം ഒരുപാട് പേര് ഒരേ സമയത്ത് ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു 70,000 പ്ലസ് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന ഒരു ജോലി തന്നെയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുക. വ്യൂ ഡീറ്റെയിൽസ് വരിക. വ്യൂ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സെക്ഷൻ ഓക്കെ സമയം എടുക്കുന്നുണ്ട്. ഇറ്റ് വിൽ ടേക്ക് സം മോർ ടൈം ബിക്കോസ് ഓക്കെ ഇവിടെ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ഓൾറെഡി നമ്മൾ വായിച്ചതാണ്, നമ്മൾ കണ്ടതല്ലേ അഡ്വർടൈസ്മെൻറ്റ് ഓൾറെഡി. BSc നഴ്സിംഗ് ആണെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട, രജിസ്ട്രേഷൻ മതി. GNM ആണെങ്കിൽ 50 ബെഡ് ഹോസ്പിറ്റൽ 2 വർഷം എക്സ്പീരിയൻസ് വേണം. ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി 30, OBC 33, SC ST 35. ഫീസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ എക്സാം വരുന്നത് ഏപ്രിൽ 12-ാം തീയതിയാണ്. ഫസ്റ്റ് എക്സാം വരുന്നത് പ്രിലിമിനറി. സെക്കൻഡ് എക്സാം വരുന്നത് മെയ് 2-ാം തീയതിയാണ്. അതിനുശേഷം നമ്മൾ തിരിച്ച് വീണ്ടും ഈ സൈറ്റിലേക്ക് വന്നു. നിങ്ങളൊരു പുതിയതായിട്ടുള്ള അപേക്ഷിക്കേണ്ട ആളാണെങ്കിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, ആധാർ നമ്പർ, ഫുൾ നെയിം, മൊബൈൽ നമ്പർ എല്ലാം കൊടുത്തു കഴിഞ്ഞ് വെരിഫൈ ആധാർ ക്ലിക്ക് ചെയ്യുക. ഐ വാണ്ട് ടു പ്രൊസീഡ് എന്ന് വെച്ച് നിങ്ങളൊരു ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. ആ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. എൻ്റർ കാൻഡിഡേറ്റ് നമ്പർ, മൊബൈൽ നമ്പർ, പാസ്വേഡ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിൽ വേണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അപേക്ഷിക്കുക. സോ ദിസ് ഈസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ GNM ആൻഡ് BSc നഴ്സസ് ആൻഡ് പോസ്റ്റ് BSc നഴ്സസ്. സോ MSc നഴ്സിംഗ് കഴിഞ്ഞവർ പോലും ഈ ഒരു എക്സാമിന് വേണ്ടി അപേക്ഷിച്ച് ജോലിക്ക് കയറിയവരുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ എക്സാംസുകളൊക്കെ എഴുതി ഒരു നഴ്സിംഗ് ലെക്ചറർ അല്ലെങ്കിൽ പ്രൊഫസർ തസ്തികയിൽ വരെ എത്താവുന്നതാണ്. MSc നഴ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ BSc നഴ്സിംഗ് ആണെങ്കിൽ ട്യൂട്ടർ തസ്തികയിലേക്കൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മാർച്ച് 17-ാം തീയതി വരെയാണ്. അതിന് മുന്നിലായിട്ട് നിങ്ങൾ മാർച്ച് മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ അപേക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ എനിക്ക് പറഞ്ഞു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ് ക്വീൻ ആപ്പിൽ 2025 എയിംസ് എന്നുള്ള പേരിൽ നേഴ്സിംഗ് ഓഫീസറുടെ പഴയ ക്ലാസ്സുകൾ, ഓൾഡ് ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിച്ച് തീരാമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാം. ഏകദേശം 3500 രൂപ മാത്രമാണ് ഫീസ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങളിപ്പോൾ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്തവരാണെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ച് പോയാൽ മതി. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്, സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി.